നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു യാത്രയിലായിരുന്നു. ലണ്ടൻ അടുത്ത് UK-യിലെ ലോകത്തെ തന്നെ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷനിലുള്ള ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികളിലൊന്നായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ അയർലൻഡിലെ ഡബ്ലിനിലുള്ള ട്രിനിറ്റി കോളേജ് അല്ലെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലൊക്കെ ഒരു വിസിറ്റിലായിരുന്നുകൊണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോയത്. അതിലുള്ള ക്ഷമാപണം അറിയിക്കട്ടെ. മറ്റൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ഈ ചാനൽ ഏതാണ്ട് 8 ലക്ഷം മെമ്പർഷിപ്പ്, 8 ലക്ഷം ഫോളോവേഴ്സ് എന്ന ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു. അതിൽ നിങ്ങളോടുള്ള നന്ദി അറിയിക്കട്ടെ, സന്തോഷം അറിയിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചില തൊഴിൽ അവസരങ്ങളാണ്. പ്രത്യേകിച്ച് 2 വളരെ മികച്ച അവസരങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് ക്ലർക്ക്, അതേപോലെ അക്കൗണ്ട്സ് ക്ലർക്ക്, ഇങ്ങനെ വിവിധ തസ്തികകളിലായിട്ട് 3500-ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുൻപ് ഡിഗ്രിക്കാർക്ക് മാത്രം ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ്സിന് പ്ലസ് 2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രമുഖ ബാങ്കിലേക്ക് ഏതാണ്ട് 3000-ഓളം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. മലയാളം അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒട്ടനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അക്കൗണ്ട്സ്, ഫൈനാൻസ്, കൊമേഴ്സ് മേഖലയിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രമുഖ കമ്പനിയിലെ റിക്രൂട്ട്മെന്റ്, അല്ലെ IT-കാർക്ക് വേണ്ടിയിട്ടുള്ള ചില IT കമ്പനികളിലെ അവസരങ്ങൾ, ഇങ്ങനെ എഞ്ചിനീയേഴ്സിനുള്ള ചില അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതേപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ മറ്റ് ചാനലുകളിൽ കൂടി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു നല്ല അവസരം ഒന്ന് മനസ്സിലാക്കാം. ഏതാണ്ട് 70ഓളം ഒഴിവുകളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ ലഭ്യമായിരിക്കുന്നത്. സ്പെറിഡിയൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതൊരു US കമ്പനിയാണ്. സ്പെറിഡിയൻ ഗ്ലോബൽ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 4000-ലധികം പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ഒരു US കമ്പനിയാണ്. ഇവർക്ക് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയാണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഇന്റേൺ എന്ന തസ്തികയിലേക്കാണ് ഈ 70 പേരെ ഇവർ നിയമിക്കുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ സ്കില്ലുകൾ വേണമെന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. നല്ല റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. കാരണം അങ്ങനെ ഇംഗ്ലീഷ് എന്ന് സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും ഇന്റർനാഷണൽ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് മനസ്സിലാക്കാം. അതേപോലെ ഫ്ലെക്സിബിൾ അവേഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം. അതായത് നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇനി എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? ഇവർ സൂചിപ്പിക്കുന്നുണ്ട് എനി UG PG ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രിയോ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്രിഫറബിളി ഫ്രം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അതായത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അതായത് BCom-ഓ MCom-ഓ BBA-യോ MBA ഫിനാൻസോ ഒക്കെ ഉള്ളവരായിരിക്കും പ്രിഫറൻസ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം US ടാക്സുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് നോളജ് ഓൺ US ടാക്സസ് ഉണ്ട്, ജനറൽ നോളജ് ഓഫ് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ടാക്സസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ അക്കാഡമിക് നോളജും കാണാം. അപ്പോൾ BCom MCom MBA ഫിനാൻസ് BBA ഫിനാൻസ് അല്ലെങ്കിൽ MFM പോലെയുള്ള അക്കൗണ്ടിങ് ഫിനാൻസ് മേഖലയിൽ നിന്നുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുക. ഇവരൊരു മാർക്ക് പെർസെൻറ്റേജോടെ സൂചിപ്പിക്കുന്നുണ്ട്. ഷുഡ് ഹാവ് സ്കോർഡ് മോർ ദാൻ 60% റൈറ്റ് ഫ്രം 10th ഓൺവേർഡ്സ്. അപ്പോൾ 10th-ലും 12th-ലും ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്കും, ഇനി PG-കാരാണെങ്കിൽ PG-ക്കും ഒക്കെ മിനിമം 60% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്, 2 ബാക്ക്ലോഗ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അരിയർ 2 ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ നേരത്ത് അരിയേഴ്സ് ക്ലിയർ ചെയ്ത് 60% മാർക്കും നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആണ് ഏറ്റവും നമുക്ക് കൂടുതൽ പേർക്ക് താല്പര്യമുള്ളത്. കാൻഡിഡേറ്റ്സ് ഹു ഗെറ്റ് സെലക്ടഡ് ക്യാൻ വർക്ക് ഫ്രം ഹോം ഓൺ നൈറ്റ് ഷിഫ്റ്റ് ബേസിസ്, അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ രാത്രിയിലും വർക്ക് ചെയ്യാവുന്ന ഒരു അവസരമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന ഒരു അവസരം. 70 ഇന്റേൺസിനാണ് ഹയർ ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് ടൈമിങ്സ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 7 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിരിക്കും. സാറ്റർഡേയോ സൺഡേയോ 5 മണിക്കൂറായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ട് ആയാൽ ഒക്ടോബറിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് ഏപ്രിൽ 2025 വരെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷന്? ആദ്യം ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും.
ആ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കൽ റൗണ്ട് പ്ലസ് HR റൗണ്ട് ഓൺലൈനിലായിരിക്കും ഇതെല്ലാം നടക്കുക. എന്നിട്ട് ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ സാലറി? സ്റ്റൈഫൻ്റ് ആയിട്ട് 18,000 രൂപ പെർ മന്താണ് കിട്ടുക, പ്ലസ് 50,000 രൂപ ബോണസ് കംപ്ലീഷൻ മന്ത്, അതായത് ഏപ്രിൽ 2025 50,000 രൂപ ബോണസും കൂടി ലഭിക്കും. 18,000 പെർ മന്താണ് ശമ്പളം. ഏപ്രിൽ 2025 50,000 രൂപ ബോണസും കൂടി ലഭിക്കും. അപ്പം ഡിഗ്രിയുള്ള, പ്രത്യേകിച്ച് അക്കൗണ്ട്സ്, ഫൈനാൻസ്, കൊമേഴ്സ് മേഖലയിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറായുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഏതാണ്ട് 70ഓളം ഒഴിവുകളിലേക്ക് എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ഒരു അവസരമാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് സ്പെറിഡിയൻ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് എഞ്ചിനീയേഴ്സിന്, പ്രത്യേകിച്ച് BTech MTech കഴിഞ്ഞവർക്കൊക്കെയുള്ള ഒരു അവസരം ഒന്ന് മനസ്സിലാക്കാം. കോംസ്ട്രീം ടെക്നോളജീസ് ഇവരൊരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. PBX ടെക്നിക്കൽ സപ്പോർട്ട് എന്ന തസ്തികയിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുക. BTech അല്ലെങ്കിൽ MTech അത് ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. സാലറി 1.8 lakh പെർ ആനം മുതൽ 4.5 lakh പെർ ആനം വരെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കില്ലിനെയും ഒക്കെ ബേസ് ചെയ്ത് വ്യത്യസ്തമായിരിക്കും. അപ്പം ഏകദേശം ഒരു 15,000 രൂപ മുതൽ 40,000 രൂപ വരെ പ്രതിമാസ ശമ്പളം നിങ്ങളുടെ സ്കില്ലിനെയും എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്ത് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. വർക്ക് ലൊക്കേഷൻ കോട്ടയത്തായിരിക്കും. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. പ്രത്യേകിച്ച് രാത്രി 8:30 മുതൽ രാവിലെ 5:30 വരെയുള്ള സമയത്ത് ജോലി ചെയ്യാൻ തയ്യാറായവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ഇത് സ്കിൽ സെറ്റ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ലിനക്സ് സിസ്റ്റത്തിൽ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. VoIP, SIP, PBX ഈ ടെക്നോളജികളിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള BTech, ME, MTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 25 ഫെബ്രുവരിയാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് കോംസ്ട്രീം എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടെത്താം. അല്ലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് കാനറ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. കാനറ ബാങ്ക് എന്നുള്ളത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 9,600ഓളം 9,600 ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ് കാനറ ബാങ്ക് എന്നുള്ളത്. ഇവര് ഇപ്പം അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങളിലേക്കാണ് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 18/9/2024 ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഈ NATS-ന്റെ വെബ്സൈറ്റ് ഉണ്ട്, അതായത് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. 21 സെപ്റ്റംബർ മുതൽ 4 ഒക്ടോബർ വരെ കാനറ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് ഇതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ 2 പ്രോസസ് ഉണ്ട്. ഒന്ന് NATS സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് 18 ഓൾറെഡി കഴിഞ്ഞു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. 10 ഒക്ടോബർ 4 വരെ നിങ്ങൾക്ക് ഈ കാനറ ബാങ്കിന്റെ സൈറ്റിൽ പോയിട്ട് ഇതിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 2 പോയിട്ട് അപ്ലൈ ചെയ്യണം. നോക്കുക, 3000 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓർക്കുക, അതാത് സംസ്ഥാനങ്ങളിലെ ഒഴിവുകളിലേക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് മലയാളം അറിയാമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിലെ ഒഴിവുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മലയാളം അറിയുന്നവർക്ക് 200 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ ജനറൽ കാറ്റഗറിയിൽ 104 ഒഴിവുകളായിരിക്കും ഉള്ളത്. ബാക്കി SC ST, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും. അപ്പം കേരളത്തിലെ 200 ഒഴിവുകളിലേക്ക് മലയാളം അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഓർക്കുക, ഒരു സംസ്ഥാനത്തെ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം അത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1/9/2024 പ്രകാരമായിരിക്കും കണക്കാക്കുക. അത് പ്രകാരം 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജിനകത്ത് ചില SC STക്കാർക്ക് അല്ലാതെ ബാക്ക്വേർഡ് OBCക്കാർക്ക് ചില റിലാക്സേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രായം അതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഡിഗ്രി കാണണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡിഗ്രി ഉള്ള 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവർക്ക് 10th-ലും 12th-ലും ഒക്കെ നിങ്ങൾ മലയാളം പഠിച്ചിരിക്കണം. ഇനി മലയാളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അപ്ലൈ ചെയ്യാൻ. ഈ മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഡിഗ്രിയുള്ള മലയാളം അറിയാവുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം.
പ്രായം 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ എലിജിബിൾ കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ടാവും. ഇനി 1-2 കാര്യങ്ങൾ കൂടി ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, അത് എത്രയാണ് എന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഇത് അതാത് സ്റ്റേറ്റിൽ അവരെ ആവശ്യപ്പെടുന്ന ജില്ലയിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇവരുടെ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റൈഫൻഡ് 15,000 രൂപയായിരിക്കും. അതിൽ 10,500 രൂപ ബാങ്ക് പേ ചെയ്യും അക്കൗണ്ടിലേക്ക്, 4,500 രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പം 15,000 രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ഒരു വർഷത്തേന് സ്റ്റൈഫൻഡ് ലഭ്യമാവുക. അതിൻ്റെ വർക്കിംഗ് അവേഴ്സ്, ഓവർ ടൈം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, ലീവ്, ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക? ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ enhanceeducation.gov.in പോയി രജിസ്റ്റർ ചെയ്യണം. അതുകൂടാതെ കാനറ ബാങ്കിൻ്റെ സൈറ്റിലും പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫുൾ നോട്ടിഫിക്കേഷൻ അവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. 500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ജനറൽ കാറ്റഗറി SC STക്കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഓർക്കുക, ഒക്ടോബർ 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. റെയിൽവേയിലെ അക്കൗണ്ട്സ് ക്ലർക്ക്, അതേപോലെ ടിക്കറ്റ് ക്ലർക്ക് തുടങ്ങിയ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് മറ്റു ചില അവസരങ്ങൾ കൂടി പെട്ടെന്ന് സൂചിപ്പിക്കാം. SFO ടെക്നോളജി നമ്മളുടെ നെസ്റ്റ് ഗ്രൂപ്പിലുള്ള എറണാകുളത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് SFO ടെക്നോളജി. ഇവരൊരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ട്രെയിനി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ, അത് മെക്കട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2023-ലും 24-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. വർക്ക് ലൊക്കേഷൻ കൊച്ചി കളമശ്ശേരി ആയിരിക്കും. ഫ്രഷേഴ്സ് മുതൽ 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ജോബിൻ്റെ ഒരു നേച്ചർ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇവരുടെ ക്ലയന്റിന്റെ സൈറ്റ് വിസിറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുക, സിസ്റ്റം ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ സഹായിക്കുക, ഡോക്യുമെന്റേഷന്, കസ്റ്റമർ ഇന്ററാക്ഷന്, സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ്, ഇത്രയൊക്കെയാണ് ജോലിയുടെ ഒരു നേച്ചർ അല്ലെ റെസ്പോൺസിബിലിറ്റി എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കട്രോണിക്സ് 2023-24 വർഷങ്ങളിൽ കഴിഞ്ഞവരാണെങ്കിൽ നെസ്റ്റിലെ SFO ടെക്നോളജിയിൽ ഈ അവസരങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഈ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. മറ്റൊരു അവസരം മുസോറസ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT കമ്പനിയിലേക്കാണ്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ASP.NET അറിയാവുന്നവരെ ഹയർ ചെയ്യുന്നുണ്ട്. MCA ബിടെക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് വർഷം പാസ് ഔട്ട് ആണെന്ന് സൂചിപ്പിക്കുന്നില്ല. 2023-ലോ 24-ലോ അതിന് മുമ്പോ ഒക്കെ അപ്ലൈ ചെയ്ത ഫ്രഷേഴ്സ് ആയിട്ടുള്ള MCA ബിടെക്കുകാർക്ക് അപേക്ഷിക്കാം. 15,000 to 20,000 ആണ് പെർ മന്ത് ശമ്പളം സൂചിപ്പിക്കുന്നത്. ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്താൽ മതിയാകും. മെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്താൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. അപ്പോൾ ഊപ്സ് കൺസെപ്റ്റ് അറിയണം, SQL അറിയണം, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ASP.NET ഒക്കെ ബേസിക്സ് അറിയാമെങ്കിൽ ബിടെക് അല്ലെ MCAക്കാരാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനും അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് jobsbridge.com എന്ന സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. അപ്പം ഏതാണ്ട് 3000-ലധികം ഒഴിവുകളിലേക്ക് റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, ടെക്നിക്കൽ അല്ലാത്ത പോപ്പുലർ കാറ്റഗറീസിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാവുന്ന ചില അവസരങ്ങൾ മുൻപ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇതാണ്ട് ഭയങ്കര വലിയ ഒരു നോട്ടിഫിക്കേഷനാണ്. 37 പേജുകൾ ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. എന്നാൽ അത്യാവശ്യ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഇതിന് നിങ്ങളുടെ 21 സെപ്റ്റംബർ മുതൽ ഇതിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 20/10 ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കൻസ് 20/10, അതായത് ഒക്ടോബർ 20-ാം തീയതി വരെ രാത്രി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 20-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഫീസ് പേയ്മെന്റിന് 2 ദിവസം കൂടിയുണ്ട്. അതായത് ഒക്ടോബർ 22 വരെ അതിൻ്റെ ഫീസ് പേ ചെയ്യാം. ഫീസൊക്കെ റിട്ടേൺ കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അതുകൂടാതെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നവംബർ 1-ാം തീയതി വരെ ഇവരെ അവസരം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പം 4 തസ്തികകളിലായിരിക്കും 3000-ലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുക. ഏതൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്,
ട്രെയിൻ ക്ലർക്ക് ഉണ്ട്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ഈ 4 തസ്തികകളിലായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ശമ്പളം 21,700 ആയിരിക്കും ഇനീഷ്യൽ പേ. അവിടെ 2022 ഒഴിവുകളാണുള്ളത്. പ്രായം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിട്ട് 19,900 ശമ്പളം. 361 ഒഴിവുകളുണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിട്ട് 990 ഒഴിവുകൾ. ഇവിടെ 19,900 ശമ്പളം. പ്രായം 18 മുതൽ 30 വയസ്സ് വരെ. ട്രെയിനി ക്ലർക്കായിട്ട് 19,900 72 ഒഴിവുകളാണ്. പ്രായം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. 2022 ഒഴിവുകളാണ് ഉള്ളത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യ ചില കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ 12ാമത്തെ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ വലിയ നോട്ടിഫിക്കേഷൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരിക. പ്രായം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ആയിരിക്കും വിവിധ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ബാക്കി ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ചില റിലാക്സേഷനൊക്കെ ചില കാറ്റഗറിക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഫീ ജനറൽ കാറ്റഗറിയിൽ 500 രൂപയാണ്. എന്നാൽ 400 രൂപ നിങ്ങൾ ഫസ്റ്റ് ലെവൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രം ഇത് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലെവൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് 400 രൂപ റീഫണ്ട് ചെയ്യും. ഇനി PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC STക്കാർക്ക് 250 ഫീ. അത് മൊത്തമായിട്ട് പരീക്ഷ എഴുതി കഴിയുമ്പോൾ റീഫണ്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി എങ്ങനെ ഫീ അടയ്ക്കണം ആ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഇന്ത്യൻ റെയിൽവേയിലെ ഏതാണ്ട് 4 വിവിധ തസ്തികകളിലെ ഈ 4 വിവിധ തസ്തികകളിലായിട്ട് 3,445 ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന്റെ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരുന്ന പോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷനിൽ പോയി അല്ലെ അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.